അപ്പോൾ ആരൊക്കെ ഹൈക്കമാൻഡിൽ നിന്ന് പോകുന്നുണ്ടോ അവർ ഈ സീറ്റ് വിതരണം നടത്തുമ്പോൾ സാധാരണഗതിയിൽ പൈസയുടെ കൊടുക്കൽ വാങ്ങലുകളുണ്ട്. അപ്പോൾ അങ്ങനെ പോയി പൈസ വാങ്ങുന്നവരുടെ പട്ടികയിൽ ഇപ്പോഴുള്ളൊരു വിഷമം എന്താ വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ സംബന്ധിച്ചിട്ട് പരാതി വന്നിരിക്കുന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. സാധാരണ വിൽപ്പനയുടെ മുകളിലെത്തി ഈ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ, ഇപ്പോൾ കേരളത്തിലെ തന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് അതിലുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണത്. സാധാരണഗതിയിൽ ഇത്തരം പ്രവർത്തനം നടത്തുന്നവരുടെ പട്ടികയിൽ മലയാളികളുടെ പേര് കുറവായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരും അതിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് സ്ഥിതി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ചോദ്യത്തിന്റെ താല്പര്യം എനിക്ക് വ്യക്തമാണ്. ആ താല്പര്യത്തിന് സഹായകരമായ നിലപാട് സ്വീകരിക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. തമിഴ്നാട്ടിൽ DMK, CPM, കോൺഗ്രസ് സഖ്യത്തിലാണ് SDPI മത്സരിക്കുന്നത്. അതിന് ഒരു രാഷ്ട്രീയ നിലപാടുണ്ടാവുമല്ലോ CPM. അതേക്കുറിച്ചും നിശബ്ദരായിരിക്കും CPM നേതാക്കൾ. അതെന്തുകൊണ്ടാണ് CPM നേതാക്കളായാലും നിശബ്ദരായിട്ടൊന്നുമില്ല. തമിഴ്നാട്ടിലെ മുന്നണിയിൽ കോൺഗ്രസ് ഉണ്ടല്ലോ, അതുകൂടെ പറഞ്ഞു. തമിഴ്നാട്ടിലെ മുന്നണി വേറെയാണ്. തമിഴ്നാട്ടിലെ മുന്നണി എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ അതിൽ ലീഗ് ഉണ്ട്. തമിഴ്നാട് നിങ്ങൾ 5-6 ചോദ്യം അവിടെ പോയി ചോദിച്ചോളൂ. തമിഴ്നാട്ടിലെ ദേശീയ മുന്നണി എല്ലാവർക്കും അറിയുന്ന കാര്യം. അതിനൊരു കൂടുതൽ വ്യക്തമാക്കേണ്ട കാര്യം ഞാൻ, തമിഴ്നാട്ടിൽ കേരളത്തിലെ മുന്നണികളെല്ലാം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഒരു മുന്നണി ഉണ്ട്. അത് ആ മുന്നണി ഞങ്ങൾ CPM നേതൃത്വം നൽകുന്ന മുന്നണിയല്ല. തമിഴ്നാട്ടിലെ മുന്നണി ഞങ്ങൾ CPM നേതൃത്വം നൽകുന്ന മുന്നണിയേ അല്ല. പിന്നെന്താ അത് നിങ്ങളെ സൗകര്യം? ഞാൻ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒരു 5-6 ചോദ്യം നിങ്ങൾക്ക് സൗകര്യമുള്ള കിട്ടാൻ വേണ്ടി ചോദിച്ചോണ്ട് ഉത്തരം പറയാൻ വേറെ ആരും ചോദിച്ചോണ്ട് അവർക്കൊരു ചാൻസ് കൊടുത്തില്ല. പറഞ്ഞില്ലേ, വെറുതെ മെനക്കെടണ്ട. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ക്ലാരിറ്റി ശരിയാവില്ല. നിങ്ങൾക്ക് പറ്റിയൊരു ഉത്തരം ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അത് ഞാൻ പറയില്ലല്ലോ. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് പിന്നെ അത് വേണ്ട. ഏത് മൂർത്തമായ ഒരു ഉത്തരം നൽകി കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊരു 3-4 ചോദ്യം കൂടി ചോദിച്ചിട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ളത് കിട്ടുന്നതിനെ ചോദിച്ച് പറ്റിക്കാൻ പറ്റിയ ഒരാളാണ് ഞാൻ ഇന്ന് കരുതിയിരുന്നു. മതി അതുകൊണ്ട് തന്നെ പറഞ്ഞത്. അത് കോൺഗ്രസിൽ ഇപ്പം തുടങ്ങിയല്ല, കോൺഗ്രസ് ഉണ്ടായ കാലം മുതലേ ഉണ്ട്. ഈ സീറ്റ് കൊടുക്കാൻ പോണ ഒരു മറ്റേ നമ്മുടെ ഹൈക്കമാൻഡ് ആളുകളെ നിരീക്ഷകന്മാരായിട്ട് വെക്കും അവിടെ. ആ നിരീക്ഷകന്മാർ അവിടെ ചെന്നിട്ട് അവരാണ് ഈ സീറ്റ് വിതരണം നടത്തുക. അപ്പോൾ ആരൊക്കെ ഹൈക്കമാൻഡിൽ നിന്ന് പോകുന്നുണ്ടോ അവർ ഈ സീറ്റ് വിതരണം നടത്തുമ്പോൾ സാധാരണഗതിയിൽ പൈസയുടെ കൊടുക്കൽ വാങ്ങലുകളുണ്ട്. അത് വലിയ തോതിൽ ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ പോണ കേന്ദ്ര ചാർജുള്ള ആള് അവിടെ പോയിട്ട് ഈ സീറ്റൊക്കെ കൊടുക്കുമ്പോൾ ആവശ്യാനുസൃതം പൈസ മേടിക്കും. അതുകൊണ്ട് ആ സ്ഥാനം കിട്ടാൻ വേണ്ടി ഒരു മത്സരമുണ്ട് കോൺഗ്രസ്. അപ്പോൾ അങ്ങനെ പോയി പൈസ വാങ്ങുന്നവരുടെ പട്ടികയിൽ ഇപ്പോഴുള്ളൊരു വിഷമം എന്താ വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ സംബന്ധിച്ചിട്ട് പരാതി വന്നിരിക്കുന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. സാധാരണ വിൽപ്പനയുടെ മുകളിലെത്തി ഈ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ, ഇപ്പോൾ കേരളത്തിലെ തന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് അതിലുണ്ട്. നേരത്തെ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് ആ നിലയിലൊരു സംസ്ഥാനത്ത് പോയിട്ട് കാണിച്ചു കൂട്ടിയ വിക്രിയകളെ സംബന്ധിച്ചുള്ള ഒരു തെളിവ് സോണിയാഗാന്ധിക്ക് കൊടുത്ത് പണ്ട് കാലത്ത് ചരിത്രത്തിലുണ്ട്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണത്. സാധാരണഗതിയിൽ ഇത്തരം പ്രവർത്തനം നടത്തുന്നവരുടെ പട്ടികയിൽ മലയാളികളുടെ പേര് കുറവായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരും അതിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് സ്ഥിതി. വികസനമല്ലേ ചർച്ച? വികസനം ഉണ്ട് നമ്മൾ ചർച്ച ചെയ്യും. ഈ വികസനം പോരാന്ന് എതിരാളി ചർച്ച ചെയ്യാം. ജനങ്ങളുടെ മുന്നിൽ വികസനമുണ്ട്. ജനങ്ങളുടെ മുന്നിൽ കേരളത്തിന്റെ വലിയ വികസന നേട്ടങ്ങളുടെ ഒരു കാലല്ലേ. നമുക്ക് ഒരു വലിയ എന്താ പറയുക വിരോധമൊന്നുമില്ലെങ്കിൽ ഏതൊരാളും പിന്നെ കേരളത്തിലുണ്ടായിരിക്കുന്ന ഈ അടിസ്ഥാന സൗകര്യ മുന്നേറ്റത്തെ കാണാതെ സംസാരിക്കില്ല. അപ്പോൾ നമുക്ക് ഒരു കേരളത്തിൻ്റെ വിഭവങ്ങളെ ശരിയായ രൂപത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് സാധിക്കുന്നത്. കാരണം നമ്മൾ വലിയ തോതിൽ
മൂലധന നിക്ഷേപം എന്ന് പറയും. അത് ഇന്ത്യയിൽ വേറെ എവിടെയില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ ആശുപത്രി കെട്ടിടങ്ങൾ, നമ്മുടെ താലൂക്ക് ആശുപത്രികൾക്ക് തന്നെ എത്ര മനോഹരമായ കെട്ടിടങ്ങളാണ്. 20 കോടി 30 കോടി. ഒരു മെഡിക്കൽ കോളേജ് പോലെ അടിസ്ഥാന പൂർണ്ണമായും മെഡിക്കൽ കോളേജ് അല്ല അത്. പക്ഷേ നമുക്ക് ഒരു പേഷ്യൻറ്റിന് ചെല്ലുമ്പോൾ പിന്നെ പ്രാഥമികമായ കാര്യങ്ങൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കുക. കേരളത്തിലെ എത്രയോ ഇടത്തരം പട്ടണങ്ങളിൽ ആശുപത്രികൾ കൂട്ടിപ്പോയി, സ്വകാര്യ ആശുപത്രികൾ. അത് നമ്മുടെ ഈ ആശുപത്രിക്ക് ഉണ്ടായ ഒരു മേന്മയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 5 കോടി ആളുകളാണ് കേരളത്തിലെ ആശുപത്രികളുടെ സേവനം അധികമായിട്ട് ഉപയോഗിച്ചത്. നമ്മുടെ ജനസംഖ്യയുടെ ഏതാണ്ട് ജനസംഖ്യയേക്കാൾ അധികം, അതിൻ്റെ 50% അധികം ആളുകൾ ഈ പൊതു ആതുരാലയങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഇന്നത്തെ ലോകത്ത് അതൊന്ന് വലിയ ഭരണകൂട പിന്മാറ്റം ഉണ്ടായിരുന്നു. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ലാബുകളില്ല, പിന്നെ ഡോക്ടർ ഒഴികെ ബാക്കിയൊക്കെ സ്വകാര്യവൽക്കരിച്ചിട്ടാണ് ആശുപത്രി. ജില്ലാ ആശുപത്രി ചെന്നാൽ ലാബ് സ്വകാര്യമാണ്, പിന്നെ ഫാർമസി സ്വകാര്യമാണ്. ആ സേവനങ്ങളെ മുഴുവൻ സ്വകാര്യവൽക്കരിച്ച ആശുപത്രികളാണ് കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. കേരളം നമ്മളെ ഒരു വ്യത്യസ്തത ഉണ്ടാക്കാനായിട്ടുണ്ട്. അതൊരു വലിയ ഏറ്റവും മികച്ച ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നിരിക്കുന്ന വലിയ മുന്നേറ്റം, അത് നമുക്ക് ഒരു ലോക നിലവാരം. ഇപ്പോൾ വികസിത രാജ്യങ്ങളിൽ പോലും പോയി കഴിഞ്ഞാൽ US ന്യൂയോർക്കിലെ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ഡിസ്കഷൻ? പൊതുവിദ്യാലയങ്ങളാണ്, പൊതുജനാരോഗ്യ മേഖലയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് സൗകര്യങ്ങളുടെ അഭാവം വലിയ തോതിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളെ തന്നെ ഇല്ലാതിരിക്കുന്നു. അഫോർഡബിൾ അക്കോമഡേഷൻ എന്ന് വെച്ചാൽ ആളുകൾക്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും മൗലിക പ്രശ്നം എന്താ? വീടിലൊരു മേൽക്കൂര ഇല്ലാതെ എത്ര മനുഷ്യനാണ് ലോകത്ത് താമസിക്കുന്നത്? അത് എല്ലാ വികസിത രാജ്യങ്ങളുടെയും ഡൗൺ ടൗണുകൾ മുഴുവൻ ഇങ്ങനെയുള്ള മനുഷ്യരാണ്, മേൽക്കൂര ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യനാണ്. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിഷയം എന്താ? ഏത് ലാറ്റിൻ അമേരിക്കൻ നഗരത്തിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത ഒരു കൂരയില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ ഏതാണ്ട് ഭൂരിപക്ഷമാകുന്നതാണ്. അത്തരം ഒരു സന്ദർഭത്തിലാണ് കേരളത്തിൽ നമ്മൾ ഈ നിലയിൽ ലക്ഷക്കണക്കിന് വീടുകൾ ഉണ്ടാക്കി ആളുകളെ അവിടെ താമസിപ്പിക്കുന്നത്. നമ്മളോടൊക്കെ വിരോധമാവാം, ഞങ്ങളോടൊക്കെ വിരോധമാവാം, പാർട്ടിയോട് വിരോധമാവാം. പക്ഷേ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലല്ലോ. ഈ ഇലക്ഷൻ UDF പൊതുയോഗത്തിലൊന്നും വികസനത്തെ കുറിച്ച് അവർ പ്രസംഗിക്കുന്നില്ല. ആ ചർച്ച അവിടെ പിടിച്ചു നിർത്താൻ ലെഫ്റ്റിന് പറ്റുന്നില്ല. അല്ല, അതിപ്പോ ഈ ചർച്ചയാണ് നടക്കുന്നതെങ്കിൽ ഇടതുപക്ഷം ഉറപ്പായിട്ട് വേഗത്തിലേക്കൂലേ? അപ്പൊ അത് വരാതിരിക്കാൻ ആഗ്രഹിക്കുന്ന പലരും, ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും കേരളത്തിൽ ഞാനിരിക്കുന്ന ഈ മാധ്യമങ്ങളിൽ ഒരാളെങ്കിലും കേരളത്തിലെ ഒരു പ്രദേശത്തുള്ള ഈ കേരളത്തിലെ ആയിരക്കണക്കിന് പഞ്ചായത്തുണ്ട്, ഒരു പഞ്ചായത്തിലെങ്കിലും പോയിട്ട് ലൈഫ് പദ്ധതിയിൽ ഉണ്ടാക്കിയ വീടുകൾ ഇതാ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ല. എല്ലാവരും കാണിച്ചിട്ട് എന്താൽ ഈ അട്ടപ്പാടിൻ്റെ അവിടെ ഒരു വീട് കിട്ടാത്ത ഒരാളെ കിട്ടി, അയാളെ ധാരാളം കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇടുക്കിയിലെ ഇടമലക്കുടീൻ്റെ അങ്ങേ ഭാഗത്ത് ചെരുവിൽ, മറ്റേ ഇടശ്ശേരി കവിതണ്ടല്ലോ, മറ്റേ കുന്നിൻ്റെ അങ്ങേ ചെരുവിൽ ഭൂതം താമസിക്കുന്ന സ്ഥലം, ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു വീടില്ലാതെ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ സാധാരണ തോന്നി. അതൊക്കെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ജോലിയായിട്ട് നമ്മൾ അതിനെടുക്കാം. പിന്നെ മാധ്യമ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് എടുക്കാം. നമുക്കൊരു സംവാദം നടത്താനേ ഈ വികസനവും അതിന്റെ അപര്യാപ്തതകളെയും ചർച്ച ചെയ്യാം. ആ അപര്യാപ്തതകൾ നികത്തുക എന്നുള്ള തുറന്ന ഒരു സമീപനമേ നമുക്കുള്ളൂ. വിമർശനത്തോട് വിരോധപരമായ സമീപനം നിങ്ങളുടെ ചോദ്യത്തോടും ഞങ്ങൾക്ക് അസഹിഷ്ണുതയുണ്ട്.